ഇതൊരു പാഠമാണ്. അധ്യാപകർ കുഞ്ഞുങ്ങളെ സംരക്ഷിക്കേണ്ടവരാണ്. ആ അധ്യാപകർ തന്നെ ഇതുപോലെ പെരുമാറുന്ന അപൂർവം ചില സംഭവങ്ങൾ ഉണ്ടായിട്ടുണ്ട്. അത്തരം ഘട്ടങ്ങളിൽ അധ്യാപകരായതുകൊണ്ട് തന്നെ അവർക്ക് കൂടുതൽ കടുത്ത ശിക്ഷ കിട്ടുകയാണ് വേണ്ടത്. പ്രതി കുറ്റക്കാരനാണ് എന്ന് കുട്ടിയുടെ മൊഴിയിൽ നിന്ന് വ്യക്തമായതിനാലാണ് കേസ് ശക്തമായിട്ട് എടുക്കണം എന്നാവശ്യപ്പെട്ടത്. വലിയ ദുഷ്പ്രചരണങ്ങളാണ് ഇതിൻ്റെ ഭാഗമായിട്ട് നാട്ടിലാകെ ഉണ്ടായിട്ടുള്ളത്. ആ പാനൂർ പരിസര പ്രദേശത്തുള്ള ചില കുബുദ്ധികൾ ഞാൻ ഈ കേസിലെ പ്രതിയെ സഹായിക്കുകയാണ്, MLA കേസിലെ പ്രതി രക്ഷപ്പെടാൻ അനുവദിക്കുകയാണ് എന്ന രീതിയിൽ പ്രചരണം നടത്തി. പാലത്തായി കേസിലെ പ്രതിക്ക് ശിക്ഷ ലഭ്യമാകുമെന്ന് ഉറപ്പായിരിക്കുകയാണ്. കോടതി പ്രതിയെ കുറ്റക്കാരനാണെന്ന് കണ്ടെത്തിയിരിക്കുന്നു. ഏറെ ആശ്വാസമുളവാക്കുന്ന ഒരു വാർത്തയാണിത്. പാനൂരിനടുത്ത പാലത്തായിയിലെ 4ാം ക്ലാസ്സിൽ പഠിക്കുന്നൊരു കുട്ടിയെ സ്കൂൾ അധ്യാപകൻ കുഞ്ഞ് മൂത്രപ്പുരയിൽ പോകുന്ന സമയത്ത് കൂടെ അവിടെ പോവുകയും അവിടെ വെച്ച് വളരെ മോശമായി ലൈംഗികമായി കുട്ടിയെ പീഡിപ്പിക്കുകയും ചെയ്തു എന്നതായിരുന്നു കേസ്. ഈ സംഭവം അറിഞ്ഞ ഉടനെ തന്നെ അന്നത്തെ അവിടുത്തെ MLA ആയിരുന്ന ഞാൻ പോലീസ് സ്റ്റേഷനിൽ വിളിച്ച് തെളിവുകൾ കൃത്യമായി രേഖപ്പെടുത്തണമെന്നും ആ കുട്ടിയെ ദ്രോഹിച്ച പ്രതിക്ക് ശിക്ഷ കിട്ടുന്നതിന് കഴിയുന്ന രീതിയിൽ കേസ് ഫ്രെയിം ചെയ്യണമെന്നും ആവശ്യപ്പെട്ടിരുന്നു. പ്രതി കുറ്റക്കാരനാണ് എന്ന് കുട്ടിയുടെ മൊഴിയിൽ നിന്ന് വ്യക്തമായതിനാലാണ് കേസ് ശക്തമായിട്ട് എടുക്കണം എന്നാവശ്യപ്പെട്ടത്. പ്രതി ആരാണെന്ന് നോക്കിയിട്ടല്ല, ആരായാലും പെൺകുട്ടികളെ, കുഞ്ഞുമക്കളെ ക്രൂരമായി പീഡിപ്പിക്കുന്ന ആളുകൾക്ക് ശിക്ഷ ഉറപ്പാക്കണമെന്നാണ് നമ്മൾ പറയുക. വലിയ ദുഷ്പ്രചരണങ്ങളാണ് ഇതിൻ്റെ ഭാഗമായിട്ട് നാട്ടിലാകെ ഉണ്ടായിട്ടുള്ളത്. ആ പാനൂർ പരിസര പ്രദേശത്തുള്ള ചില കുബുദ്ധികൾ ഞാൻ ഈ കേസിലെ പ്രതിയെ സഹായിക്കുകയാണ്, MLA കേസിലെ പ്രതി രക്ഷപ്പെടാൻ അനുവദിക്കുകയാണ് എന്ന രീതിയിൽ പ്രചരണം നടത്തി. ഫേസ്ബുക്ക് പോസ്റ്റുകളിൽ പാലത്തായി കേസിലെ പ്രതിയെ സംരക്ഷിക്കുന്നയാൾ എന്ന് എന്നെക്കുറിച്ച് ആക്ഷേപം പറയുകയുണ്ടായി. അതിലൊന്നും വലിയ കാര്യമില്ല. പ്രതി കുറ്റക്കാരനാണെങ്കിൽ ശിക്ഷിക്കപ്പെടണമെന്നാണ് നമ്മൾ പറയുക. ആദ്യം തന്നെ നമുക്ക് കോടതി പറയുന്നതിന് മുൻപേ പറയാൻ സാധിക്കില്ല. പക്ഷേ കുട്ടിയുടെ മൊഴി രേഖപ്പെടുത്തിക്കൊണ്ട് ആ മൊഴിയെ അടിസ്ഥാനമാക്കി ഏറ്റവും ശരിയായ അന്വേഷണം നടത്തണമെന്നാണ് നമ്മൾ ആവശ്യപ്പെട്ടത്. ആ അന്വേഷണം നടന്നു. അതിൻ്റെ ഭാഗമായി തെളിവുകളെല്ലാം ശേഖരിച്ച് കോടതി ഇപ്പോൾ വിധി പറഞ്ഞിരിക്കുകയാണ് പ്രതി കുറ്റക്കാരനാണ് എന്ന്. പ്രതി ഒരു RSS പ്രവർത്തകനാണ് എന്നാണ് പറയുന്നത്. അതനുസരിച്ചിട്ടാണ് RSSകാരനായ പ്രതിയെ സംരക്ഷിക്കാൻ പുറപ്പെടുന്നു എന്ന രീതിയിൽ പ്രദേശത്തുള്ള, പേര് ഞാൻ പറയുന്നില്ല, ആളുകളെയൊക്കെ അറിയാം, അത്തരത്തിലുള്ള ചില ആളുകൾ പ്രചരണം നടത്തിയത്. എന്നാൽ കുട്ടിയുടെ വീട്ടുകാർക്ക്, കുട്ടിയുടെ അമ്മാവനാണ് ഈ കേസിൻ്റെ കാര്യങ്ങളെല്ലാം നിയന്ത്രിച്ചിരുന്നത്, നോക്കിയിരുന്നത്. ഈ വിവരം അറിഞ്ഞ ഉടനെ തന്നെ, കുട്ടി പീഡിപ്പിക്കപ്പെട്ട വിവരം അറിഞ്ഞ ഉടനെ തന്നെ ഞാൻ ആ വീട്ടിൽ പോയിരുന്നു. ആ കുഞ്ഞുമോളെയും അവരുടെ അമ്മയെയും കുട്ടിയുടെ ഉമ്മയെയും അതുപോലെ തന്നെ അമ്മാവനെയും എല്ലാം കണ്ടിരുന്നു. ആ വീട്ടുകാർക്ക് നന്നായിട്ട് അറിയാം ആ കേസ് ഏറ്റവും നല്ല രീതിയിൽ കൈകാര്യം ചെയ്യണമെന്ന് പറയാനും കുഞ്ഞിനെ ആക്രമിച്ചയാൾക്ക് കടുത്ത ശിക്ഷ കിട്ടണമെന്ന് കുടുംബത്തെ പോലെ തന്നെ ആഗ്രഹിച്ചുകൊണ്ട് ഇടപെടുകയും ചെയ്തിരുന്നു എന്നത്. അവരൊരിക്കലും പരിസരത്തുള്ള ചില കുബുദ്ധികളുടെ അഭിപ്രായം അനുസരിച്ച് എനിക്കെതിരെ എന്തെങ്കിലും പറയാൻ തയ്യാറായിട്ടില്ല. ഇപ്പോഴും അവർക്ക് വലിയ ആശ്വാസമാണ്. കേസിൻ്റെ വിധി അറിഞ്ഞപ്പോൾ അവരെന്നെ വിളിച്ചിരുന്നു. ഏതായാലും പെൺകുട്ടിക്ക് നീതി കിട്ടിയതിൽ ആശ്വാസമുണ്ട് എന്ന് പറഞ്ഞിരുന്നു. നമുക്കെല്ലാവർക്കും ആശ്വാസമുണ്ട്. ചെറിയ കുട്ടികൾ ഇങ്ങനെയുള്ള പീഡനത്തിന് വിധേയമാകുന്ന സമയത്ത് അവർ ചിലപ്പോൾ പതറിപ്പോകും. അവരോട് പോലീസ് ചോദിക്കുന്ന സമയത്ത് കൃത്യമായിട്ട് അതിൻ്റെ തീയതിയും സമയവും ഒന്നും പറയാൻ ചിലപ്പോൾ അവർക്ക് കഴിഞ്ഞു എന്ന് വരില്ല. പക്ഷേ ഈ കുഞ്ഞുമോൾക്ക് വ്യക്തമായിട്ട് തന്നെ ആരാണ് തന്നെ പീഡിപ്പിച്ചത് എന്ന് പറയാൻ സാധിച്ചിട്ടുണ്ട് അന്വേഷണ ഉദ്യോഗസ്ഥരോട്. അതിൻ്റെ ഭാഗമായിട്ട് തന്നെയാണ് പ്രതിക്ക് ശിക്ഷ ലഭ്യമായിട്ടുള്ളത്. ഇതൊരു പാഠമാണ്. അധ്യാപകർ കുഞ്ഞുങ്ങളെ സംരക്ഷിക്കേണ്ടവരാണ്. രക്ഷിതാക്കൾ കഴിഞ്ഞാൽ, വീട്ടിലെ അച്ഛനും അമ്മയും കഴിഞ്ഞാൽ പിന്നെ സ്കൂളിലെ അധ്യാപകരാണ് കുട്ടിയുടെ രക്ഷിതാക്കൾ. ആ അധ്യാപകർ തന്നെ
ഇതുപോലെ പെരുമാറുന്ന അപൂർവം ചില സംഭവങ്ങൾ ഉണ്ടായിട്ടുണ്ട്. അത്തരം ഘട്ടങ്ങളിൽ അധ്യാപകരായതുകൊണ്ട് തന്നെ അവർക്ക് കൂടുതൽ കടുത്ത ശിക്ഷ കിട്ടുകയാണ് വേണ്ടത്. സമൂഹത്തിൽ ഇത്തരം കാര്യങ്ങൾ ആവർത്തിക്കാതിരിക്കാൻ ഈ ശിക്ഷാവിധി ഒരു പാഠമാകും എന്ന് കരുതുന്നു. പാലത്തായിലെ കുഞ്ഞുമോളുടെ ദുഃഖത്തിന് ഇതുകൊണ്ട് പൂർണ്ണമായ പരിഹാരമാവില്ല, കാരണം അത്രയധികം ആ കുട്ടി ദ്രോഹിക്കപ്പെട്ടിട്ടുണ്ട്. പക്ഷേ ആ കുടുംബത്തിന് എന്തായാലും ഒരാശ്വാസമാണ് കോടതിയുടെ കണ്ടെത്തൽ എന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. പാലത്തായിലെ ആക്രമിക്കപ്പെട്ട കുഞ്ഞുമോളോടൊപ്പം എല്ലാ കാലത്തും ഞങ്ങളെല്ലാം ഉണ്ടായിരിക്കും. ഇപ്പോൾ എല്ലാവർക്കുമുള്ള ഒരാശ്വാസമായിട്ട് ഈ കോടതി വിധിയെ കാണുകയാണ്.